അതിപ്പോൾ എൻ്റെ കേസിൽ തന്നെ പേഴ്സണലി എനിക്ക് എടുക്കാമെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏജിന് ശേഷം എനിക്ക് ആ ഒരു സ്പിരിച്വൽ നീഡ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ എന്നത് ഒരു ബേസിക് നീഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് നമുക്ക് ഇതൊരു ബേസിക് നീഡായിട്ട് ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു റൊട്ടീനും നോർമൽ ലൈഫിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ, ഒരു മെറ്റീരിയൽ ലൈഫിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് എവറിത്തിങ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ യു ഫീൽ ലൈക്ക് ഫെഡ് അപ്പ് വിത്ത് ദിസ് നോർമൽ ലൈഫ് ആൻഡ് യു വാണ്ട് സംതിങ് മോർ ഇൻ ലൈഫ്. ഒരു ഹയർ നീഡ് നമുക്ക് ഒരു ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ ആ ഒരു ഹയർ നീഡ് കണ്ട ഇപ്പോഴൊരു ഹയർ നീഡ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ സ്റ്റിൽ ആ ഒരു ഹയർ നീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് നീഡായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് പൊതുവെ ഫീൽ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് യു വാണ്ട് സംതിങ് മോർ ടു സർവൈവ് ഇൻ ദിസ് നോർമൽ ലൈഫ് അല്ലെങ്കിൽ ഓർഡിനറി ലൈഫിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ എന്തൊക്കെയോ ഇനി വേണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു നിമിഷം നമ്മളിൽ വരും എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ ഒരു ടൈമിലാണ് നമ്മൾ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി നമുക്ക് കൂടുതൽ അത് എക്സ്പ്ലോർ ചെയ്യണം. അത് നമ്മുടെ